ഈ അടുത്തിടയ്ക്ക് എന്ന് പറയുമ്പോൾ വളരെ അടുത്ത് തന്നെയാണ് 2024 ഫെബ്രുവരി മാസം 20-ാം തീയതി. ആ ദിവസം ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ പബ്ലിഷ് ചെയ്തു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധമുണ്ട്. പാസിംഗ് സ്റ്റാർസ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡ്രൈവർ ഓഫ് പാലിയോ ക്ലൈമറ്റ് ആൻഡ് സോളാർ സിസ്റ്റംസ് ഓർബിറ്റൽ എവല്യൂഷൻ. ഈ ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 24 ന്യൂസിൽ വളരെയധികം വൈറലായി മാറിയിട്ടുള്ള ഒരു വീഡിയോ വന്നിരുന്നു. ആ വീഡിയോ അനുസരിച്ച് ഭൂമിയിൽ വലിയ രീതിയിലുള്ള കാലാവസ്ഥ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കാരണം മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റെല്ലാർ എൻകൗണ്ടറാണ്, അല്ലെങ്കിൽ ഒരു നക്ഷത്രം നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിൻ്റെ വളരെ അരികിലൂടെ കടന്നു പോയതുകൊണ്ട് ആണെന്ന് അതിൽ വ്യക്തമായിട്ട് തന്നെ പരാമർശിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു സംശയമായിട്ട് നമ്മുടെ എഴുത്തുകാരനായ ബെഞ്ചമിൻ മാത്യുവിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. മുൻപൊരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയതാണ്. അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി, ഇതിൽ നമ്മൾ ഭയപ്പെടേണ്ട എന്തെങ്കിലും ഉണ്ടോ, ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്? ആ ശാസ്ത്ര പ്രബന്ധം തന്നെ എനിക്ക് ഗൂഗിൾ സ്കോളറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധ്യമായി. ആ പ്രബന്ധമാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത്. അത് നമുക്ക് വ്യക്തമായിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിലെന്താണ് പറയുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാം, സാധാരണക്കാരൻ്റെ ഭാഷയിൽ തന്നെ. 24 ന്യൂസിൽ പറയുന്ന കാര്യം സത്യമാണോ എന്നും നമുക്ക് പരിശോധിക്കാം. ആ പ്രബന്ധത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് 28 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ വളരെ അരികിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പാസിംഗ് സ്റ്റാറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ്. നമ്മുടെ സൂര്യൻ്റെ ഏതാണ്ട് അത്രയും തന്നെ വലിപ്പമുള്ള, അത്രയും തന്നെ മാസുള്ള, അതായത് ഒരു യെല്ലോ ഡ്വാർഫ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമായിരുന്നു അത്. HD 7977 എന്ന പേരിലാണ് ആ നക്ഷത്രം അറിയപ്പെടുന്നത്. മുൻപ് ഇത്തരത്തിലൊരു നക്ഷത്രം ഇതുവഴി കടന്നു പോയതായിട്ട് ശാസ്ത്ര പ്രബന്ധങ്ങളിലൂടെ മുൻപ് ഞാൻ വായിച്ചിട്ടുള്ളതുമാണ്. മുമ്പ് എപ്പോഴോ ഒരിക്കൽ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നുമുണ്ട്. അങ്ങനെ നക്ഷത്രം സൗരയൂഥത്തിൻ്റെ വളരെ അരികിലൂടെ കടന്നു പോയത് കാരണം എർത്തിൻ്റെ പാലിയോ ക്ലൈമറ്റിലും അതുപോലെ സോളാർ സിസ്റ്റത്തിൻ്റെ ഓർബിറ്റൽ എവല്യൂഷനിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഈ പാലിയോ ക്ലൈമറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ചരിത്രം തന്നെയാണ്, കാലാവസ്ഥയുടെ ചരിത്രം. ഭൂമിയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാം. ആവറേജ് ടെമ്പറേച്ചർ എത്രയാണ്, എപ്പോഴൊക്കെയാണ് മഴ പെയ്യുന്നത്, എത്രമാത്രം മഴ പെയ്യും, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള കണക്ക് തന്നെ നമ്മുടെ പക്കലുണ്ട്. ഒരു 100 വർഷം മുമ്പാണെങ്കിലോ, ഒരു 10,000 വർഷം മുമ്പാണെങ്കിലോ, 1,00,000 വർഷം മുമ്പാണെങ്കിലോ, 10 ലക്ഷം വർഷം, 1 കോടി വർഷം, 10 കോടി വർഷം മുൻപ് എങ്ങനെയൊക്കെ ആയിരുന്നു, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഭൂമിയുടെ പാലിയോ ക്ലൈമാറ്റിക് പഠനം. ഈ പഠനത്തെ അല്ലെങ്കിൽ ഈ ഒരു ചരിത്രത്തെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പേപ്പറിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിനു പുറമെ സോളാർ സിസ്റ്റത്തിൻ്റെ ഓർബിറ്റൽ എവല്യൂഷനെ കുറിച്ചും പറയുന്നുണ്ട്. അതിലും വലിയ മാറ്റങ്ങൾ ഈ ഒരു പ്രതിഭാസം വരുത്തി വച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ സൗരയൂഥത്തിൽ ഒരുപാട് സെലസ്ത്യൽ ബോഡീസ് ഉണ്ട്. വലിയ ഗ്രഹങ്ങളാകാം, ഭൂമിയാകാം, ഭൂമിയേക്കാൾ വലിപ്പം കുറഞ്ഞ ഗ്രഹങ്ങളാകാം, ഉപഗ്രഹങ്ങളാകാം, പ്ലൂട്ടോ പോലുള്ള ഡ്വാർഫ് പ്ലാനറ്റുകളാകാം. അങ്ങനെ ഒരുപാട് സെലസ്ത്യൽ ബോഡികളുണ്ട്. ഇവയ്ക്കെല്ലാം സൂര്യന് ചുറ്റിനുമായിട്ട് ഒരു ഓർബിറ്റുമുണ്ട്. ഈ ഓർബിറ്റിൽ പല സാഹചര്യങ്ങളിലായിട്ട് വ്യതിചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് 1 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ 10,000 വർഷം കൊണ്ടോ ഒന്നും സംഭവിക്കുന്ന മാറ്റങ്ങളല്ല. ചെറിയ രീതിയിലുള്ള വ്യതിചലനം നമ്മുടെ സൗരയൂഥം ഉണ്ടായ, അതായത് ഏതാണ്ട് 450 കോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഈ പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു മാറ്റമല്ല. അതായത് ഭൂമിയുടെ ഇപ്പോഴത്തെ സ്ഥാനത്ത് നിന്നും ഭൂമി ജൂപ്പിറ്ററിന് പിന്നിലേക്ക് പോകുന്നതായിട്ടോ അല്ലെങ്കിൽ മെർക്കുറിയുടെ മുന്നിലേക്ക് വരുന്നതായിട്ടോ ഒന്നുമല്ല. മാറ്റം നമുക്ക് 2-3 രീതിയിൽ പറയാൻ സാധിക്കും. ഒന്ന്, ഈ ഗ്രഹങ്ങളുടെ ഓറിയൻറ്റേഷനാണ്. ഗ്രഹങ്ങൾക്ക് ഒരു ചരിവുണ്ട്. നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിന് ഏതാണ്ട് 22.5 ഡിഗ്രിയോളം ചരിവ് വരുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും ചരിവുണ്ട്. അതിന് പുറമെ അതിൻ്റെ എലിപ്റ്റിക്കൽ പാത്തുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള ഒരു സർക്കുലാർ ഓർബിറ്റിലൂടെയല്ല ഗ്രഹങ്ങൾ ഈ നക്ഷത്രത്തിന് ചുറ്റുമായിട്ട് വലം വയ്ക്കുന്നത്. ഒരു എലിപ്റ്റിക്കൽ പാത്താണ്. ഒരു ഘട്ടം എത്തുമ്പോൾ നക്ഷത്രത്തിൻ്റെ വളരെ അരികിലൂടെ കടന്നു പോകുന്നതാണ്, മറ്റൊരു ഘട്ടത്തിൽ അത് കുറേ കൂടി അകന്നു പോകുന്നതാണ്. അപ്രകാരമുള്ള എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. അപ്പോൾ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റ് കൂടുതൽ എലിപ്റ്റിക്കൽ ആകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ എലിപ്റ്റിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി എന്ന് പറയും. ആ എക്സെൻട്രിസിറ്റി ചുരുങ്ങി പോകുന്ന ഒരു ഘട്ടവുമുണ്ട്. അങ്ങനെ പലപ്പോഴായിട്ട് ഈ എക്സെൻട്രിസിറ്റിയിൽ അല്ലെങ്കിൽ ആ എലിപ്റ്റിക്കൽ പാത്തിൻ്റെ രൂപത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള പല സെലസ്ത്യൽ ബോഡികൾക്കും ഉണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ മറ്റുള്ള സെലസ്ത്യൽ ബോഡികളുടെ മാറ്റങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലൊന്നും പഠനത്തിന് വിധേയമാക്കാത്തതാണ് സ്റ്റെല്ലാർ എൻകൗണ്ടറുകൾ അല്ലെങ്കിൽ പാസിംഗ് സ്റ്റാറുകൾ.
സ്റ്റെല്ലാർ എൻകൗണ്ടർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഉള്ളിലൂടെ ഒരു നക്ഷത്രം കടന്നു പോയതായിട്ടൊന്നും സങ്കല്പിക്കരുത്. അങ്ങനെ നടന്നു പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ സൗരയൂഥത്തിൻ്റെ വളരെ അരികിലൂടെ കടന്നു പോകുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിലവിൽ നമ്മുടെ അരികിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണ് ബെർണാഡ് സ്റ്റാർ, അതുപോലെ ആൽഫ സെൻറ്റൗറിയിലെ 3 നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾ നമ്മോട് വളരെയധികം അടുത്ത് വരുന്നതാണ്. ചില സാഹചര്യങ്ങളിലൊക്കെ അകന്നു പോകുന്നതാണ്. കുറച്ചധികം വർഷങ്ങൾ കഴിയുമ്പോൾ ബെർണാഡ് സ്റ്റാർ ആയിരിക്കും നമ്മുടെ ഏറ്റവും അരികിൽ ഉണ്ടായിരിക്കുന്ന നക്ഷത്രം. കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ്, 28 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഏറ്റവും അരികിൽ ഉണ്ടായിരുന്നത് ഈ നക്ഷത്രങ്ങളെക്കാളൊക്കെ കുറച്ചുകൂടെ വലിപ്പമുണ്ടായിരുന്ന ഒരു സൂര്യന് സമാനമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിൻ്റെ പേരാണ് HD 7977. അത് 3900 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ കൂടെ കടന്നുപോയി എന്നാണ് ഈ ശാസ്ത്ര പ്രബന്ധത്തിൽ പറയുന്നത്. അതൊരു സാധ്യതയായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ അരികിലാണല്ലോ എന്ന് തോന്നിപ്പോയേക്കാം. കാരണം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ്. അപ്പോൾ 3000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് അത്ര വലിയ ദൂരമൊന്നുമല്ല. പക്ഷേ ഇവിടെ പറയുന്നത് സൗരയൂഥങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ സ്റ്റാർ സിസ്റ്റംസ് തമ്മിലുള്ള ദൂരമാണ്. നമ്മുടെ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ അതിര് വളരെയധികം അകലെയാണ്. നമ്മുടെ പ്ലൂട്ടോയും ഒക്കെ കഴിഞ്ഞ്, കൈപ്പർ ബെൽറ്റും കഴിഞ്ഞ് അതിനുശേഷം വരുന്ന ഊർട്ട് ക്ലൗഡിൻ്റെ അതിർത്തി ഭാഗത്തായിട്ടാണ് നമ്മുടെ സൗരയൂഥം ശരിക്കും അവസാനിക്കുന്നത്. അതിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ്റെ അല്ലെങ്കിൽ സൂര്യൻ സൃഷ്ടിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് വലിയൊരു ഗോളത്തിൻ്റെ രൂപത്തിലേക്ക് മാറുന്നതാണ്. ആ ഗോളത്തിൻ്റെ രൂപത്തിലുള്ളതെല്ലാം നമ്മുടെ സൗരയൂഥമായിട്ട് എടുക്കാറുണ്ട്. വേറൊരു കണക്കനുസരിച്ച് നമ്മുടെ സൗരയൂഥത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സൂര്യനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വിൻഡിൻ്റെ വ്യതിചലനങ്ങൾ അല്ലെങ്കിൽ അതിലെ ആ പദാർത്ഥങ്ങളൊക്കെ പരമാവധി എത്തിച്ചേരുന്ന ഒരു അതിരുണ്ട്. അതും ഏതാണ്ട് ഈ ഒരു കാന്തിക വലയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതും സൂര്യൻ്റെ അതിർത്തിയായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സൗരയൂഥത്തിൻ്റെ വെളിയിലായിട്ട് നിൽക്കുന്ന ഈ ഊർട്ട് ക്ലൗഡിനെ നമുക്ക് സൗരയൂഥത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ സാധിക്കുന്നതല്ല. കാരണം അത് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയൊക്കെ വെളിയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പറയുന്ന ആ വലിയ ഗോളം തന്നെ വലിയൊരു രൂപമാണ്. അതിൻ്റെ വെളിയിൽ മുതലാണ് ഈ 3900 എന്ന് പറയുന്ന ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് കണക്ക് കൂട്ടുന്നത്. അത് വന്നു ചേരുന്നതും നമ്മുടെ അടുത്തുകൂടെ കടന്നു പോയിട്ടുള്ള ആ നക്ഷത്രത്തിലേക്കുള്ള ദൂരമായിട്ടല്ല, മറിച്ച് ആ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ അതിർത്തിയുമായിട്ടുള്ള ദൂരമാണ്. അവിടെ നിന്നും ഒരുപാട് ദൂരം കഴിഞ്ഞിട്ടാണ് ശരിക്കും ആ നക്ഷത്രമുള്ളത്. എങ്കിൽ പോലും ഈ 3900 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് അത്ര വലിയ ദൂരമൊന്നുമല്ല. ഏതാണ്ട് അരികിലൂടെ തന്നെയാണ് കടന്നു പോയിട്ടുള്ളത്. പക്ഷേ അതൊരു വേസ്റ്റ് കേസായിട്ടാണ് ഈ പേപ്പറിൽ പരാമർശിക്കുന്നത്. അതിലും ചെറിയൊരു ദൂരത്തിലൂടെ ആയിരിക്കുകയില്ല എന്തായാലും ആ സ്റ്റാർ കടന്നു പോയിട്ടുണ്ടാവുക. എന്തായാലും ആ സ്റ്റാർ ഇവിടെ നിന്ന് കടന്നുപോയി. അത് നമ്മളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരത്തിൽ ഒരു നക്ഷത്രം നമ്മുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഗ്രാവിറ്റേഷണൽ പെർട്ടർബേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നതാണ്. ഒരു തരത്തിലുള്ള ഒരു ബട്ടർഫ്ലൈ എഫക്റ്റാണിത്. അതായത് ഒരു സെലസ്റ്റിയൽ ബോഡിയുടെ സഞ്ചാരം കാരണം, അതിൻ്റെ മാസ് കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി കാരണം അത് കടന്നുപോയ പ്രദേശത്തുള്ള മറ്റുള്ള സെലസ്റ്റിയൽ ബോഡികളുടെ ഗ്രാവിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരത്തിൽ ചെറിയ രീതിയിലുള്ള വ്യതിചലനം സംഭവിക്കുന്നതാണ്. അത് കാരണം അതിൻ്റെ ഓർബിറ്റിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. അത് അതിൻ്റെ പരിസരത്തുള്ള മറ്റ് സെലസ്റ്റിയൽ ബോഡികളെ ബാധിക്കുന്നതാണ്. അങ്ങനെ ഒരു ചെറിയ സംഭവം അതിൻ്റെ അരികിലുള്ള മറ്റൊരു വസ്തുവിനെ അല്ലെങ്കിൽ മറ്റൊരു പ്രതിഭാസത്തെ ബാധിക്കുന്നു. അത് മറ്റൊരു പ്രതിഭാസത്തിന് കാരണമായി മാറുന്നു. അങ്ങനെ അത് പല പല പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഒരു ചെറിയ എഫക്റ്റ് ഒരു വലിയ ഇമ്പാക്റ്റ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഈ സൗരയൂഥത്തിൻ്റെ ഗതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് അർത്ഥം. ഇവിടെ എന്ത് മാറ്റമാണ് സൃഷ്ടിക്കുന്നത്? നമ്മുടെ സൗരയൂഥത്തിലുള്ള സെലസ്റ്റിയൽ ബോഡികളൊക്കെ അന്ന് പതിവ് പോലെ തന്നെ സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു നക്ഷത്രം കടന്നു പോകുന്ന ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള പ്ലാനറ്റുകളായിട്ടുള്ള ജൂപ്പിറ്റർ, സാറ്റൻ, ആ പ്ലാനറ്റുകളുടെ ഓർബിറ്റിൽ ചെറിയ വളരെ നേർത്തതായിട്ടുള്ള ഒരു ഡീവിയേഷൻ സൃഷ്ടിക്കുന്നതാണ്. ആ ഡീവിയേഷൻ അത് ക്രമേണ അതിൻ്റെ അരികിലുള്ള മറ്റ് ചെറിയ ഗ്രഹങ്ങളെയും ബാധിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ നമ്മുടെ ഭൂമിയെ ആ പോയ പാസിംഗ് സ്റ്റാർ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഭൂമിയുടെ ഓർബിറ്റിനെ ബാധിക്കുന്നില്ല. കാരണം ഭൂമിയുടെ മാസ് വളരെ കുറവാണ്, ഭൂമി വളരെ ചെറിയൊരു ഗ്രഹം മാത്രമാണ്. പക്ഷേ ഇങ്ങനെ സാറ്റേണിലൂടെ അല്ലെങ്കിൽ ജൂപ്പിറ്ററിലൂടെ ഒരു മാറ്റം എർത്തിലേക്ക് വരികയാണ് ഇൻഡയറക്റ്റ്ലി. അങ്ങനെ അത് മാർസിലേക്കും മെർക്കുറിയിലേക്കും ഒക്കെ പോകുന്നുണ്ട്. ആ ചെറിയ മാറ്റം
അത് ഭൂമിയിൽ ഒരു ആക്സലറേഷനാണ് സൃഷ്ടിച്ചത്. അതായത് ഭൂമിയുടെ സഞ്ചാരത്തിന് കുറച്ചുകൂടെ വേഗത വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ആ വേഗത വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും സൂര്യന് ചുറ്റുമുണ്ടായിരുന്ന ആ ഓർബിറ്റിൽ അതിൻ്റെ എക്സെൻട്രിസിറ്റിയിൽ ചെറിയ വ്യത്യാസം സംഭവിക്കുന്നതാണ്. അതായത് ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം സംഭവിക്കുന്നതാണ്. അത് ആദ്യഘട്ടത്തിൽ ചെറിയൊരു വ്യത്യാസമായിരുന്നു. 28 ലക്ഷം വർഷം കഴിയുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് വലിയൊരു മാറ്റമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഈ ശാസ്ത്രപ്രബന്ധം പ്രാധാന്യം കൊടുക്കുന്നത് ഇതിനൊന്നുമല്ല, ഭൂമിയുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയെക്കുറിച്ചൊന്നുമല്ല, മറിച്ച് ചരിത്രത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ്. നമ്മുടെ സയൻറ്റിഫിക് മോഡലുകളിലൊന്നും ഈ പറയുന്ന നക്ഷത്രത്തിൻ്റെ കടന്നുപോക്കിനെ നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയുടെ പഴയകാല ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന നമ്മുടെ മോഡലുകൾ, ആ മോഡലുകളിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കണക്കനുസരിച്ച് ഭൂമി ഇത്രമാത്രം വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 28 ലക്ഷം വർഷങ്ങൾക്ക് മുൻപും ഏതാണ്ട് അതേ തരത്തിലുള്ള ആക്സിലറേഷനിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു നക്ഷത്രം പോയത് കാരണം ഉണ്ടാകുന്ന വ്യതിയാനത്തെ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ കണക്കിലെടുക്കുന്നില്ല. അത് കാരണം നമ്മുടെ പ്രാചീനമായിട്ടുള്ള കാലഘട്ടത്തിലെ കാലാവസ്ഥയെ കണക്കിലെടുക്കുന്നതിൽ വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഈ കാലാവസ്ഥയുടെ ചരിത്രം പരിശോധിക്കുന്നത് ഭൂമിക്ക് വെളിയിലായിട്ടല്ല, ഭൂമിയുടെ ഉള്ളിൽ തന്നെയാണ്. സെഡിമെൻറ്റേഷൻ റെക്കോർഡ്സ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പ്രധാനമായിട്ടും നദികൾ ഒഴുകിപ്പോയിട്ടുള്ള തടങ്ങളിലെ അതിർത്തികൾ, മലയിടുക്കുകൾ, ക്യാനിയോണിൻ്റെ ഇടയിലൂടെ ജലം ഒഴുകി പോകുന്നതാണ്. പല സമയത്തും അതിന് പല ഉയരമായിരിക്കും ആ നദിക്കുണ്ടായിരിക്കുക. അങ്ങനെ അവിടെ ഒരു കാർവിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും, കൊത്തിവെച്ചതുപോലുള്ള ചില പാടുകൾ. ആ പാടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ ചരിത്രവും അളക്കാൻ സാധിക്കും. ഓരോ ലെയറുകളാണുള്ളത്. ഓരോ ലെയറുകൾ കഴിയുമ്പോഴും പഴക്കം കൂടുന്നതാണ്. അതായത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് ഒരു ലെയറിലുള്ളത്. അതിൻ്റെ താഴെയുള്ളത് അതിനേക്കാൾ പഴക്കമുള്ള കാലഘട്ടത്തിൽ അടിഞ്ഞുകൂടിയ വസ്തുക്കളാണ്. അപ്പോൾ ആ വസ്തുക്കൾ പഠനങ്ങൾ നടത്തുന്നതിലൂടെ, അതിൽ കാർബൺ ഡേറ്റിംഗ് നടത്തുന്നതിലൂടെ അത് എത്രമാത്രം പഴക്കമുണ്ടായിരുന്നതാണ്, ആ സമയത്തെ കാലാവസ്ഥ എന്തായിരുന്നു, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രമാത്രമായിരുന്നു, അതിലൂടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എപ്രകാരമായിരുന്നു, മഴ എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് വർഷങ്ങളോളം വലിയ രീതിയിൽ മഴ പെയ്തതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു 2-3 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് ഒന്നും കൂടെ കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സെഡിമെൻറ്റേഷൻ റെക്കോർഡുകളിലൂടെയാണ് നമ്മൾ ഭൂമിയുടെ കാലാവസ്ഥയുടെ ചരിത്രം മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മൾ ഭൂമിയുടെ ഇപ്പോഴത്തെ ആ സഞ്ചാരവും ആ കാലഘട്ടത്തിൽ ഭൂമിയുടെ സ്ഥാനം എങ്ങനെയായിരുന്നു, അത് സൂര്യനുമായിട്ട് എന്തെങ്കിലും വ്യതിയാനം ഉണ്ടാക്കുന്നുണ്ടോ, ഈ കാര്യങ്ങൾ കൂടി നമ്മൾ വിശകലനം ചെയ്യുന്നതാണ്. പക്ഷേ 28 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മുടെ ഈ മോഡലുകളിലൊന്നും പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 28 ലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ചരിത്രം, ആ ചരിത്രത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നതാണ്. അങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചതുമാണ്. കാരണം ഒരു 5 കോടി വർഷം മുമ്പുള്ള നമ്മുടെ കാലാവസ്ഥ, അല്ലെങ്കിൽ ഒരു 10 കോടി വർഷങ്ങൾ മുമ്പുള്ള കാലാവസ്ഥ, ആ കാലാവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കേണ്ട സെഡിമെൻറ്റേഷൻ റെക്കോർഡല്ല നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ആ മിസ്മാച്ച് സംഭവിച്ചതെന്ന് ഗവേഷകർക്ക് അറിയുകയില്ലായിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ ശാസ്ത്ര പ്രബന്ധത്തിന് നല്ലൊരു വാല്യൂ കൊടുക്കുന്നത്. വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തൽ തന്നെയാണ്. മാത്തമാറ്റിക്കൽ സിമുലേഷനിലൂടെയാണ് അവർ ഈ കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്തമാറ്റിക്കൽ സിമുലേഷൻ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ഹൈപ്പോത്തിസിസോ ഒരു ഊഹാപോഹമോ ഒന്നുമല്ല, പ്യുവർലി സയൻസ് തന്നെയാണ്. മാത്സ് ആണ് അതിൻ്റെ അടിസ്ഥാനം. ആ മാത്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സിമുലേഷനെ തന്നെ പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു ഹൈപ്പത്തറ്റിക്കൽ തിയറി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. വെറും ഹൈപ്പോത്തിസിസ് അല്ല, ഹൈപ്പോത്തിസിസിന് മുകളിലുള്ള കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള അടിത്തറയുള്ള ഒരു ഹൈപ്പത്തറ്റിക്കൽ തിയറിയാണ്. 24 ന്യൂസിൽ പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അന്നുണ്ടായിട്ടുള്ള ആ ഇവൻ്റ് കാരണമാണോ എന്ന് ചോദിച്ചാൽ അത് കാരണം തന്നെയാണ്. പക്ഷേ അവിടെ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല. അന്നുണ്ടായിട്ടുള്ള ആക്സിലറേഷൻ കാരണം ഭൂമിയുടെ ഓർബിറ്റിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇൻക്ലിനേഷനിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
അത് കാരണം തീർച്ചയായിട്ടും കാലാവസ്ഥയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ട് നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ അത് നമ്മൾ സൂര്യനുമായിട്ട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇവിടെ ചൂട് കൂടുന്നത് സൂര്യൻ്റെ വളരെ അടുത്തുകൂടെ ഭൂമി കടന്നു പോകുമ്പോഴല്ല, അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ തണുപ്പ് വരുന്നത് നമ്മൾ കൂടുതൽ അകലെ കൂടെ സഞ്ചരിക്കുമ്പോഴല്ല. എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ അടുത്തുകൂടെ പോകുന്ന സാഹചര്യമുണ്ട്, അകലെ കൂടെ പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത് കാരണം ഇവിടെ കാലാവസ്ഥയിൽ ഒരു രീതിയിലുള്ള വ്യത്യാസവും സംഭവിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കാലാവസ്ഥയിൽ പിന്നെ എങ്ങനെയാണ് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്? 22.5 ഡിഗ്രിയോളം ചരിഞ്ഞിട്ടാണ് ഭൂമിയുടെ അച്ചുതണ്ട് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ചരിഞ്ഞ അച്ചുതണ്ട് ആയതുകൊണ്ട് തന്നെ സൂര്യന് ചുറ്റും കറങ്ങുന്ന സാഹചര്യത്തിൽ ഒരു വോബ്ലിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നതാണ്. അതായത് സൂര്യൻ്റെ നേരിട്ടുള്ള കിരണം എല്ലായ്പ്പോഴും ഭൂമിയുടെ ഒരു പ്രദേശത്ത് മാത്രമായിരിക്കുകയില്ല, അത് പല പ്രദേശങ്ങളിലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഉത്തരഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളതിനെ ഉത്തരായണം എന്ന് പറയാറുണ്ട്, ദക്ഷിണ ഭാഗത്തേക്ക് പോകുമ്പോൾ ദക്ഷിണായനം എന്ന് പറയാറുണ്ട്. കൃത്യം നമ്മുടെ ഭൂപ്രദേശം നിൽക്കുന്ന ഭാഗത്തേക്കാണ് സൂര്യൻ വരുന്നതെങ്കിൽ ആ സമയത്ത് ഇവിടെ 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയുമായിരിക്കും ഉണ്ടായിരിക്കുക. ഉച്ചയ്ക്കാണ് കൃത്യമായിട്ട് അങ്ങനെ വരുന്നതെങ്കിൽ, അങ്ങനെ ചില സമയങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ വരാറുണ്ട്. ആ സമയത്ത് കൃത്യം ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ നിഴലിനെ കാണാൻ സാധിക്കുന്നതല്ല. കാരണം പൂർണ്ണമായിട്ട് നമ്മുടെ തലയുടെ മുകളിലായിട്ടായിരിക്കും സൂര്യൻ നിൽക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ചില വാർത്തകൾ വരാറുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം ഇന്ന സമയത്ത് നിങ്ങൾക്ക് നിഴലുകൾ ഉണ്ടായിരിക്കുകയില്ല എന്നത്. ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥയിൽ വ്യതിയാനം വരുത്തുന്നത്. അതിന് പുറമെ ഓഷ്യൻ കറണ്ടൊക്കെ ഉണ്ട്. ഓഷ്യൻ കറണ്ടൊക്കെ ഈ അടുത്തിടയ്ക്ക് തന്നെ എനിക്കൊന്ന് അവസാനം ചെയ്ത വീഡിയോയിലാണ് തോന്നുന്നത്, അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അമോക്കിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അപ്പോൾ അത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇവിടെ വർദ്ധിച്ചു വരുന്ന ഇപ്പോഴത്തെ ചൂട്, നല്ല ചൂടാണ് ഇപ്പോഴുള്ളത്, വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അറിയാം ഉച്ച സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്ത് വർദ്ധിച്ചു വരുന്ന ചൂടും ഇതും തമ്മിൽ നേരിട്ടൊരു ബന്ധമില്ലെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാം, ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള എലിപ്റ്റിക്കൽ പാത്ത്, ആ എലിപ്റ്റിക്കൽ പാത്ത് അത് തോന്നുംപടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതല്ല. അങ്ങനെയാണ് ആ വീഡിയോയിൽ പരാമർശിക്കുന്നത്. അങ്ങനെ മാറുന്നേയില്ല. അത് കൃത്യമായിട്ടുള്ള ഒരു പാത്തിലൂടെ തന്നെ, ഒരു സ്റ്റേബിളായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള വ്യതിചലനങ്ങൾ സംഭവിക്കാം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ വളരെ നേർത്ത രീതിയിലുള്ള വ്യതിചലനങ്ങൾ മാത്രമാണ്. അത് കാരണം ഇവിടെ കാലാവസ്ഥയിൽ ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങളും സംഭവിക്കുന്നില്ല. ആസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടപ്പിലാക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആസ്ട്രോണമിയിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ID-യിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് പരിശോധിക്കുക.